മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെയാണ് ഒരു സോളോ യാത്ര എന്ന് പറയുന്നത്. ഞാനിപ്പം മലപ്പുറത്ത് വന്നു. എനിക്ക് മലപ്പുറത്ത് കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും കൂട്ടി യാത്ര ചെയ്യാം. ഇവിടെയുള്ള ആരെങ്കിലും കൂട്ടി ഞാൻ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ഞാൻ വെറുതെ വണ്ടി കയറിയിരിക്കുക, പുള്ളി എന്നെ കൊണ്ടുപോയിട്ട് ഇതാണ് ആ സ്ഥലം, ഇതാണ് ഈ സ്ഥലം, ഇതാണ് ഈ സ്ഥലം, ഞാനത് പോയി കണ്ടിട്ട് വരും. പക്ഷേ ആ ഫീൽ അല്ല ഞാൻ ഒറ്റയ്ക്ക് കണ്ടെത്തി പോകുമ്പോഴത്തേക്കിനും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു രാജ്യത്ത് പോകുന്നു, ഞാൻ പാരീസിൽ പോകുന്നു. ഞാൻ പാരീസിൽ പോയിട്ട് ഞാൻ എയർപോർട്ടിൽ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് ഞാൻ എങ്ങനെ എൻ്റെ ഹോട്ടലിലേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ ഏത് സ്ഥലത്ത് ഞാൻ ഹോട്ടൽ എടുക്കണം, ആ ഹോട്ടലിൽ താമസിച്ച് കഴിഞ്ഞാൽ ഞാൻ പാരീസിൽ എന്തൊക്കെ കാണണം, എവിടേക്കൊക്കെ പോകണം, എങ്ങനെ പോകും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്, ഇതിനിടയ്ക്ക് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ, എന്നെ ആരെങ്കിലും പറ്റിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സംഭവങ്ങൾ, അങ്ങനെ A to Z നമ്മൾ വിജിലൻ്റ് ആയിരിക്കും. നമുക്ക് ശരിക്കും യഥാർത്ഥ എക്സ്പീരിയൻസ് കിട്ടുന്നത് കൂടുതലും അത്തരത്തിലുള്ള യാത്രകളിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ എല്ലാ തരത്തിലുള്ള യാത്രകളും നടത്താറുണ്ട്. ഒറ്റയ്ക്കും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ യാത്ര ചെയ്യാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മളെ അറിയാനും ആ നാടറിയാനും സാധിക്കും.